ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോവാണ് ഗൈസ്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. രാവിലെ ഒരു 4 മണിക്ക് ഇട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് പമ്പിൽ കയറിയിട്ട് എന്നിട്ട് യാത്ര തുടർന്നു. അങ്ങനെ ഇത് കളമശ്ശേരി റൂട്ട് എവിടെയാണ്. അങ്ങനെ ഞങ്ങൾ പോകുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ പൊന്നോ, രാവിലെ എഴുന്നേറ്റൊക്കെ നല്ല ശോകമായിരുന്നു. അതാ സാന്ത്വനിക്കണ്. നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകണമായിരുന്നു. സാന്തു പിന്നെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങി തോന്നുന്നു. കാരണം കുറേ കഴിഞ്ഞപ്പോൾ ആളുടെ അനക്കൊന്നും ഇല്ല സത്യം പറഞ്ഞു. നേരം അങ്ങനെ വെളുത്ത് തുടങ്ങി ഗൈസ്. ഞങ്ങൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊരു 6 മണി ടൈമൊക്കെ ഏകാറായിട്ടുണ്ട്. അപ്പോഴത്തെ വെട്ടമാണിത്. എല്ലാവരും വണ്ടി കിടന്നൊക്കെ ഉറക്കമാണ്. ഞാനിങ്ങനെ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കും. അങ്ങനെ ഫൈനലി ഞങ്ങൾ അമ്പലത്തിലെത്തി. പരുന്തിനെ കണ്ടാൽ തന്നെ അറിയത് ഗുരുവായൂർ അമ്പലമാണെന്ന്. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. എല്ലാവരും പറഞ്ഞു കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലും പണ്ടത്തെ നന്ദന സിനിമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒന്നും രാവിലെ കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു ചായയും വടയും കഴിച്ച് അടുത്ത സാന്ത് ഉരുപ്പുണ്ട് തയ്ക്കണം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് നടന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ പോയപ്പോൾ മുല്ലപ്പൂ വിൽക്കണ കണ്ടിട്ട് മുല്ലപ്പൂ വാങ്ങി. പിന്നെ ഈ പൂവുണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വാങ്ങിയില്ല, മുല്ലപ്പൂ വാങ്ങിയുള്ളൂ. പിന്നെ ഞാൻ സാന്ത്വന തലയിൽ കുത്തിയൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഷോപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ കൃഷ്ണൻ്റെ സ്റ്റാച്ചു, പിന്നെ സ്റ്റാച്യൂസും ഫ്രെയിമും പിന്നെ കളിപ്പാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അത് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക, ഫുള്ള് വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഇവിടം വരെയുള്ള വീഡിയോ ഉള്ളൂ ഞങ്ങൾ നടയിൽ കയറുന്ന മുമ്പുള്ളത്. ഇതൊക്കെ കയറി തൊഴുത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടയിൽ കയറുമ്പോൾ നിൽക്കുമ്പോൾ തൊട്ട് നമ്മുടെ കയ്യിൽ ഫോണോ ഒന്നും പാടില്ല. കാരണം നടയിൽ ഈ സംഭവങ്ങളൊന്നും കയറ്റത്തില്ല. ബാഗോ ഫോണോ സ്മാർട്ട് വാച്ചോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കയറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ടേ പൂട്ടി വെക്കാം. ഞങ്ങൾക്ക് അതറിയത്തില്ലായിരുന്നു. തൊഴുതിറങ്ങി കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന് നിൽക്കുകയാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ കൃഷ്ണൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉള്ള ഷോപ്പ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കാറിൽ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞു സ്റ്റാച്ചു നോക്കണേന്ന്. ഫൈനലി ഒരെണ്ണം വാങ്ങിച്ച്, അത് കാണിച്ചു തരാം. പിന്നെ ഞങ്ങളൊരു കൃഷ്ണൻ്റെ വലിയ സ്റ്റാച്ചു വാങ്ങിച്ച് കണി വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ക്യൂ നിന്ന് നടയിൽ കയറുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ അവിടെ ചെക്കിങ് ഉണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ ഒരു സംഭവത്തിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അലാം കേൾക്കത്തില്ലേ, അതേമാതിരി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാറിൻ്റെ കീ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ അത് എവിടെ വെക്കുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ബാഗും ഫോണൊക്കെ കൊണ്ടേ കാറിൽ വെച്ച് കൂട്ടി. പക്ഷെ അത് കീ എന്നിട്ട് എവിടെ വെക്കുമെന്ന് ഓർത്തിട്ട് കയ്യിൽ തന്നെ വെച്ചു. പക്ഷെ അത് എല്ലാം അടിച്ച്. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്ലോക്ക് റൂമിൽ കൊണ്ടേ പൂട്ടി. പോണവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാഗും എല്ലാം കൂടി ക്ലോക്ക് റൂമിൽ കൊണ്ടേ സേഫാക്കി വെക്കുക. അവിടെ സേഫായിരിക്കും. നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് പോയി എടുത്താലും മതി. ഞങ്ങൾ വാങ്ങിച്ചത് ഈ സ്റ്റാച്ചു ആണ് കാറിൽ വെക്കാനായിട്ട് ഫ്രണ്ടിൽ. കുറേ കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു ഈ ഡാൻസിന്. പിന്നെ കുറേ ചേച്ചിമാരുടെ കൈകൊട്ടിക്കളി, തിരുവാതിരയാണെന്ന് അറിയില്ല കേട്ടോ. അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന്. പിന്നെ ഫോട്ടോസ് എടുക്കാൻ, ഫോട്ടോ മെയിനാണല്ലോ. പിന്നെ നമുക്ക് ഗുരുവായൂരമ്പലം സത്യം പറഞ്ഞാൽ കാണാനായിട്ട് കുറേ കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ക്യൂ നിന്ന് നടയിൽ കയറി തൊഴുത് ഇറങ്ങി പോകുന്നു. ഫോട്ടോ എടുത്ത് അവിടെ ഉണ്ട്. പക്ഷേ അമ്പലം ചുറ്റി കണ്ടുകൂടിയില്ല. കാണാനൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ അവിടെ ആനയുണ്ട്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം കൊടുത്തിരിക്കുമായിരുന്നു, അത് കണ്ടു. പക്ഷെ അത് കുഞ്ഞു പിള്ളേർക്ക് എന്തോ ഉള്ളതാണെന്നാണ് ഞങ്ങളുടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് ഈ ഷോപ്പിൽ ചെയ്തത്. പക്ഷേ അന്നെന്തോ പപ്പടം വാങ്ങിച്ചു. ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്ര സ്പെഷ്യലെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഈ ചേച്ചി ഇവിടെ നിന്ന് ലോട്ടറി വിൽക്കുന്നത് കണ്ടത്, ഈ കൃഷ്ണൻ്റെ വേഷം ഇട്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു പോയി. പള്ളുരുത്തിൽ വന്നിട്ട് സോൾട്ടിൽ കയറി ഞങ്ങൾ മന്തി കഴിച്ചു, പെരി പെരി മന്തി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.